ഞാൻ ഡോക്ടർ ഗിരിജ മോഹൻ. ഹാപ്പി ഹെൽത്ത് കിഡ്സ് ടൈമിലേക്ക് വീണ്ടും സ്വാഗതം. പനിയെപ്പറ്റി, കുഞ്ഞുങ്ങളുടെ പനിയെപ്പറ്റി കുറച്ച് കാര്യങ്ങളാണ് പറയാമെന്ന് വിചാരിക്കുന്നത്. അതായത് എന്തെല്ലാം പേരൻസ് ചെയ്യണം, ചെയ്യാൻ പാടില്ല തുടങ്ങിയ കുറച്ച് കാര്യങ്ങൾ. എന്താണ് പനി? ശരിക്കും പറഞ്ഞാൽ പനി ഒരസുഖമല്ല, അസുഖത്തിൻ്റെ ലക്ഷണമാണ്. അതായത് പനി ഒരു രോഗലക്ഷണമാണ്. പല കാരണങ്ങൾ കൊണ്ട് പനി ഉണ്ടാകാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണല്ലോ ഇൻഫെക്ഷൻസ്. അത് വൈറൽ ഇൻഫെക്ഷൻ ആകാം, സാധാരണയായി കാണുന്ന വൈറൽ ഇൻഫെക്ഷൻ ആകാം, അല്ലെങ്കിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷനും ആകാം. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ സാധാരണ കാണുന്നത് ചെവി പഴുപ്പ്, അതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. തൊണ്ടയിലെ ഇൻഫെക്ഷൻ, ടോൺസിലൈറ്റിസ്, റൈനോസൈനസൈറ്റിസ്, ഇതെല്ലാം കടുത്ത പനിയോടുകൂടെ വരുന്ന ഇൻഫെക്ഷനാണ്. പിന്നെ ന്യൂമോണിയ, ഡിസെൻട്രി, അതായത് എഫക്റ്റീവ് ഡയറിയ, യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ, സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷനാണ് മെനിഞ്ചൈറ്റിസ്, ബ്ലഡിലെ ഇൻഫെക്ഷൻ, സെപ്സിസ് എന്ന് പറയും. പിന്നെ സ്കിന്നിലെ ഇൻഫെക്ഷൻ, ഇതെല്ലാം ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അതെല്ലാം ഒരു ഡോക്ടറെ കണ്ട് അതിനനുസരിച്ചുള്ള മരുന്ന് കൊടുത്താൽ മാത്രമേ മാറുകയുള്ളൂ. അതേസമയം വൈറൽ ഇൻഫെക്ഷൻ ശരിക്കും സെൽഫ് ലിമിറ്റിംഗ് ആണ്, തന്നെത്താൻ തന്നെ മാറുന്നതാണ്. പക്ഷേ സംശയമുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് എന്താണ് ശരിയായ ചികിത്സയെന്ന്, എപ്പോഴാണ് പനി കാര്യമാക്കിയെടുക്കേണ്ടത് പറഞ്ഞാൽ 100.4 കൂടുമ്പോഴാണ് നമ്മൾ പനി കാര്യമായിട്ട് എടുക്കേണ്ടത്. അതായത് 3 മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക്. അതേസമയം 3 മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് ചെറിയ പനിയാണെങ്കിലും അത് കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടത്? ഞാനീ പറഞ്ഞ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എല്ലാം ഡോക്ടറെ കാണേണ്ടതും അതിനനുസരിച്ചുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയതുകൊണ്ട് അതിനനുസരിച്ചുള്ള ഏത് ആൻറ്റിബയോട്ടിക്സ് ആണെന്ന് ഡോക്ടറാണ് തീരുമാനിക്കുന്നതും എത്ര നാൾ കൊടുക്കണമെന്നും ഡോക്ടർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ജനിച്ച കുട്ടികൾ മുതൽ 3 മാസം വരെയുള്ള കുട്ടികൾക്ക് എപ്പോൾ ചൂടുണ്ടായാലും ഡോക്ടറെ കാണിക്കേണ്ടതാണ്. സാധാരണ വൈറൽ ഫീവർ ഉള്ള കുട്ടി ചൂടില്ലാത്തപ്പോൾ ഓടി നടന്ന് കളിക്കുകയും പാരസെറ്റമോൾ കൊടുക്കാൻ കുട്ടിയുടെ പുറകെ ഓടുകയാണെങ്കിൽ തന്നെ അതിൻ്റെ അർത്ഥം കുട്ടിക്ക് വലിയ കുഴപ്പമില്ലെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പോൾ പനിയില്ലാത്തപ്പോൾ കുട്ടി നല്ല ആക്റ്റീവും നല്ലവണ്ണം കളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വലിയൊരു പ്രശ്നമായി എടുക്കേണ്ട കാര്യമില്ല. അതേസമയം പനിയില്ലാത്തപ്പോഴും കുട്ടി മയങ്ങിക്കിടക്കുകയാണ്, വിളിച്ചിട്ട് എണീക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല ആണെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. വേറെ എന്തെല്ലാം സിംറ്റംസാണ് സീരിയസ് ആയിട്ട് എടുക്കേണ്ടതും ഉടനെ മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതും? പനിയോടുകൂടി ചെറിയ കുട്ടികൾ, 1 വയസ്സിന് താഴെ കൊടുത്ത കുട്ടികൾ പനിയോടുകൂടെ തന്നെ എത്ര സാന്ത്വനപ്പെടുത്താൻ നോക്കിയിട്ടും എന്ത് കാണിച്ചിട്ടും കരച്ചിൽ മാറുന്നില്ല, തുടർച്ചയായിട്ടുള്ള കരച്ചിലാണെങ്കിൽ അത് സീരിയസ് അസുഖത്തിൻ്റെ ലക്ഷണം തന്നെയാണ്. പനിയോടുകൂടി കുഞ്ഞ് മുക്കിയാണ് ശ്വാസം വിടുന്നത്, പെട്ടെന്ന് ശ്വാസം വിടുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുട്ടി ഒട്ടും അലേർട്ടല്ല എങ്കിൽ അത് കാര്യമായിട്ട് എടുക്കേണ്ടതാണ്. പനിയോടുകൂടെ നിർത്താതെയുള്ള ഛർദിൽ വെള്ളം പോലെ വയറിളകുകയാണെങ്കിലും അതിനെ വൈദ്യസഹായം തേടേണ്ടതാണ്. കുഞ്ഞിന് വായിൽ നിന്ന് കൂടുതൽ വെള്ളം വരികയും ഭക്ഷണം ഒട്ടും കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരിക്കാം. പനിയോടുകൂടെ കടുത്ത തലവേദന, ഛർദിൽ, മയക്കം തുടങ്ങിയവയുണ്ടെങ്കിൽ ചിലപ്പോൾ മെനിഞ്ചൈറ്റിസിൻ്റെ ലക്ഷണമായിരിക്കാം. പനിയോടുകൂടെ തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് കുട്ടിക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്ന്. അതായത് ചുണ്ടും നാക്കുമെല്ലാം ഉണങ്ങിയിരിക്കുക, കരയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നില്ല, 6 മണിക്കൂറായിട്ടും യൂറിൻ പോകുന്നില്ല തുടങ്ങിയവയെല്ലാം ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ കൂടെ ഫിറ്റ്സ് വന്നാലും ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ എത്തേണ്ടതാണ്. അപ്പോൾ പനിയുടെ കൂടെ ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടെങ്കിൽ കുട്ടിയെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കരുത്, ഉടനെ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ്. പനിയുള്ള കുട്ടിക്ക് നമ്മൾ വീട്ടിൽ വെച്ച് എന്തെല്ലാം ചെയ്യണമെന്ന് നോക്കാം. പനിയുള്ള കുട്ടികൾക്ക് കൂടുതൽ വിയർക്കാൻ സാധ്യതയും അങ്ങനെ ശരീരത്തിൽ നിന്ന് കൂടുതൽ ജലാംശം പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെയാണ് പനിയുള്ള കുട്ടികൾക്ക് വിശപ്പില്ലാത്തത് കൊണ്ടും ഡിസ്കംഫർട്ട് കൊണ്ടും സാധാരണ പോലെ വെള്ളം കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാറില്ലല്ലോ. അങ്ങനെയും ഡീഹൈഡ്രേഷൻ വരുന്നത് കൊണ്ട് കുട്ടിയെ നല്ലവണ്ണം ഹൈഡ്രേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒരുമിച്ച് കുടിച്ചാൽ ഏത് കുട്ടിയാണെങ്കിലും പനിയുള്ള കുട്ടി കുടിക്കുകയില്ല. അപ്പോൾ നമ്മൾ കുറേശ്ശെ പല പ്രാവശ്യമായിട്ട് വെള്ളം കൊടുത്തിരിക്കേണ്ടതാണ്. പനിയുള്ള കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാൻ മിക്ക പേരൻസിനും പേടിയാണ്. പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന ആഹാരമോ അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ളതോ ഇഷ്ടത്തോടെ കഴിക്കുന്ന ഫുഡ് കുറേശ്ശെ എപ്പോൾ വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഒരു ചെറിയ പനി കാണുമ്പോൾ തന്നെ ശരിക്കും പനിയുടെ മരുന്ന് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ചില പേരൻസ് എപ്പോഴും തെർമോമീറ്റർ വെച്ച് നോക്കുന്നതിന് കുഴപ്പമില്ല, 99 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്, അതുകൊണ്ട് പനിയുടെ മരുന്ന് കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ പനി വന്ന് ഫിറ്റ്സ് വരുന്ന കുട്ടികൾക്ക് നമ്മൾ പനി വന്ന് കണ്ടാൽ തന്നെ ഉടനെ മരുന്ന് കൊടുക്കേണ്ടതാണ്. പക്ഷേ അല്ലെങ്കിൽ
സാധാരണഗതിയിൽ പനിയല്ല, കുട്ടിയുടെ ആ ഡിസ്കംഫർട്ടിനെയാണ് നമ്മൾ ചികിത്സിക്കേണ്ടത്. അപ്പോൾ കുട്ടിക്ക് ഡിസ്കംഫർട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ പനിയുടെ മരുന്ന് കൊടുക്കേണ്ടതാണ്. എനിക്ക് ഏറ്റവും നല്ല മരുന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, പാരസെറ്റമോൾ തന്നെയാണ്. WHO റെക്കമെൻഡ് ചെയ്യുന്ന എസെൻഷ്യൽ മെഡിസിൻസിൽ ഒരെണ്ണം പാരസെറ്റമോൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ അതിൻ്റെ സേഫ്റ്റി എന്താണെന്നുള്ളത്, അത് സേഫ് ആണെന്നുള്ള കാര്യം. ഇത്ര കടുത്ത പനിയുള്ള കുട്ടികൾക്കും പ്രത്യേകിച്ച് പേരൻസ് വളരെ ആങ്ഷ്യസ് ആണെങ്കിൽ ഇബുപ്രൂഫൻ ഒരു ഡോസ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. അത് 6 hours കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാവുള്ളൂ. അത് മാത്രമല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൊടുക്കാവുള്ളൂ. ലിവർ, കിഡ്നി, ബ്ലീഡിങ് ടെൻഡൻസി തുടങ്ങിയ അസുഖമുള്ള കുട്ടികൾക്ക് അത് കൊടുക്കാറുമില്ല. വീസിങ് എപ്പോഴും വരുന്ന കുട്ടികൾക്കും ഇബുപ്രൂഫൻ അവോയ്ഡ് ചെയ്യണമെന്ന് തന്നെയാണ് പറയുന്നത്. പാരസെറ്റമോളിലേക്ക് തിരിച്ചു വരാം. പാരസെറ്റമോൾ കൊടുക്കുമ്പോൾ എപ്പോഴും കറക്റ്റ് ഡോസാണോ കൊടുക്കുന്നതെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ എടുക്കുകയും പിന്നെ മരുന്നിൻ്റെ കോൺസെൻട്രേഷൻ, ഒരു പാരസെറ്റമോൾ സിറപ്പ് 250 ഉണ്ട്, 5 ml 250 ഉള്ളതുണ്ട്, 125 ഉള്ളതുണ്ട്, 1 ml തന്നെ 100 mg പാരസെറ്റമോൾ ഉള്ള പ്രിപ്പറേഷൻസും ഉണ്ട്. അത് ഡ്രോപ്സ് ആയിട്ടാണ് ഡ്രോപ്സിൽ എപ്പോഴും കോൺസെൻട്രേഷൻ കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി ഇരുന്നിട്ട് വേണം പാരസെറ്റമോൾ എപ്പോഴും കൊടുക്കേണ്ടത്. ചില മരുന്നുകൾ ഇപ്പോൾ അങ്ങനത്തെ മരുന്നുകൾ അധികം ഇല്ല, താഴെ ഇങ്ങനെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒന്ന് നല്ലവണ്ണം ഷെയ്ക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. പ്രിസ്ക്രൈബ് ചെയ്ത അളവിൽ തന്നെ കൊടുക്കേണ്ടതാണ്. അതായത് 5 ml എന്ന് പറഞ്ഞാൽ 5 ml മെഷറിംഗ് കപ്പോ അല്ലെ 5 ml സിറിഞ്ചോ കൊണ്ട് മെഷർ ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ സ്പൂണിലെടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം. അത് കറക്റ്റ് മെഷർമെൻ്റ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അപ്പോൾ നല്ലവണ്ണം മുറുക്കി അടയ്ക്കേണ്ടതാണ്. പറയുന്ന പോലെ തന്നെ സ്റ്റോർ ചെയ്യേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇനി ഉള്ളപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി എന്തെല്ലാമാണ് ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം നമുക്ക്. പനിയുള്ള കുഞ്ഞിനെ നമ്മൾക്ക് ശരിക്കും സങ്കടം തോന്നും. പനിയുള്ളതും കാറ്റ് കയറാത്തതും മിനുക്കവും തൊങ്ങലും എല്ലാം ഉള്ള ഉടുപ്പ് അമ്മയുടെ ആഗ്രഹം കൊണ്ടായിരിക്കാം ഡ്രസ് ചെയ്ത് കൊണ്ടുവരുന്നത് കാണാം. ഇതെങ്ങനെ ഈ ഉടുപ്പ് ഇടിയിപ്പിച്ചെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പോൾ പനിയുള്ള കുട്ടിക്ക് ഏറ്റവും നല്ലത് ചെറിയ നേരിയ കോട്ടൻ്റെ ഉടുപ്പാണ്. അത് കാറ്റ് കയറാനും നല്ലതാണ്, കുട്ടിക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കുകയും ചെയ്യും. അത് പ്രത്യേകം ഓർക്കുമല്ലോ. പനിയുള്ള കുട്ടികളെ ഒരിക്കലും കൂടുതൽ പൊതിഞ്ഞ് വയ്ക്കരുത്. അടുത്ത പനിയാണല്ലോ കുട്ടിക്ക്, അതിൻ്റെ കൂടെ നമ്മൾ പുതപ്പിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ചൂട് കൂടാനാണ് സാധ്യത. നേരിയൊരു കട്ടിയില്ലാത്ത ടവൽ വെച്ച് പുതപ്പിക്കുകയോ കുട്ടിയെ തുറന്ന് വയ്ക്കുകയോ കുട്ടിയുടെ കംഫർട്ട് അനുസരിച്ച് ചെറുതായിട്ട് പുതപ്പിച്ച് വയ്ക്കുന്നതാണ് നല്ലത്. നേരത്തെ പറഞ്ഞത് തന്നെ പനിയുടെ മരുന്ന് ഒരിക്കലും മെഷർ ചെയ്യാതെ കൊടുക്കരുത്. പനിയുടെ മരുന്ന് നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന ടീസ്പൂണോ ടേബിൾ സ്പൂണിലോ അളന്ന് കൊടുക്കരുത്. മെഷറിംഗ് കപ്പ് വെച്ച് അളന്നിട്ട് നമ്മുടെ ടീസ്പൂണിൽ അതനുസരിച്ച് കൊടുക്കാം. ഒരിക്കലും പാരസെറ്റമോൾ എന്നല്ല ഒരു മരുന്നും കുട്ടിയുടെ ഫീഡിംഗ് ബോട്ടിലാക്കി കൊടുക്കരുത്. പ്രത്യേകിച്ച് കുഞ്ഞാ മരുന്ന് ബോട്ടിലുള്ളത് മുഴുവൻ കുടിച്ചില്ലെങ്കിൽ മരുന്നിൻ്റെ ഡോസ് ശരിയാകുകയില്ല. അതുമല്ല അത് മെഷർ ചെയ്യുന്നതും ശരിയാകുകയില്ല. അപ്പോൾ ഒരിക്കലും ഫീഡിംഗ് ബോട്ടിൽ പാരസെറ്റമോൾ എന്നല്ല ഒരു മരുന്നും കൊടുക്കരുത്. പനി കുറയാൻ മരുന്നിൻ്റെ ആക്ഷൻ വരാനും എല്ലാം താമസം ഉണ്ടാകുമല്ലോ. ഒരു 20 മിനിറ്റ്സ് എങ്കിലും എടുക്കും പാരസെറ്റമോളിൻ്റെ ആക്ഷൻ വരാനായിട്ട്. അപ്പോൾ പനി കുറയുന്നില്ല എന്ന് പറഞ്ഞ് എപ്പോഴും പാരസെറ്റമോൾ കൊടുക്കരുത്. ഏത് മരുന്നിനും അതിൻ്റേതായിട്ടുള്ള ടോക്സിസിറ്റി ഉണ്ട്. പാരസെറ്റമോൾ അത്ര അത്യാവശ്യമാണെങ്കിൽ മാത്രം 4 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് കുഞ്ഞിനെ കൊടുക്കാവുന്നതാണ്. കഴിയുന്നതും ഒരു ദിവസം 5 ഡോസിൽ കൂടുതൽ കൊടുക്കാതിരിക്കുകയാണ് നല്ലത്. ഒരു ഡോക്ടറെ കാണിക്കാതെ പാരസെറ്റമോൾ 2 ദിവസത്തിൽ കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കരുത്. പനിയെയും പനിയുടെ മരുന്നിനെ പറ്റിയും ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യണമെന്നും ചെയ്യരുതെന്നും ഓർമ്മിപ്പിക്കുന്ന ഈ വീഡിയോ. ഇനി വേറൊരു വിഷയമായി അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ നന്ദി, നമസ്കാരം.